ഉള്ള മഹത് വ്യക്തിത്വങ്ങളെ, പണ്ഡിതശ്രേഷ്ഠന്മാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പ്രസംഗിക്കുന്നില്ല, കാരണം ഈ ഉച്ച സമയം നമസ്കാരത്തിന് ഭക്ഷണത്തിനുമായി പിരിയേണ്ടതും അതോടൊപ്പം തന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട സെഷൻ ആരംഭിക്കേണ്ടതുകൊണ്ട് നമുക്കതിനുള്ള അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഉച്ച സമയമാണ്. നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു വരിയുണ്ട്, ഉച്ചയായോട ഉച്ചിയിലായോട, എടാ സൂര്യ ഉച്ചയായോട ഉച്ചിയിലായോട എന്ന് നാറാണത്തെ ഭ്രാന്തൻ പാടുമെന്ന് കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു കല്ല് ഉരുട്ടി ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് കൈവിടും. ആ മലയുടെ മുകളിൽ നിന്ന് കല്ല് ഉരുണ്ടുരുണ്ട് വീണ് കാണുന്നത് സന്തോഷത്തോടെ കൈകൊട്ടി നിന്ന് പാടുമായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമ്മുടെ അവസ്ഥ ഇന്ന് അതാണ്. നാം പലതും ഉരുട്ടി ഉരുട്ടി ഉയരത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സംഘടിത ശക്തിയുടെ കുഴപ്പം കൊണ്ട് അത് ഉരുണ്ട് വീഴുന്ന കാഴ്ച, നാറാണത്ത് ഭ്രാന്തന് ചിരിക്കാനുള്ള അവസരം കൊടുക്കുന്നൊരു കാഴ്ചയാണ് നമുക്കുള്ളത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞുകൊണ്ട്, നിനക്കൊണ്ടൊരു ലോകം, എനിക്കൊണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. അതാണ് നമ്മുടെ അവസ്ഥ. ഈ നമ്മുടെ തൊടിയൂർ ഉസ്താദ്, ഞാനൊരു തമാശയെ പറയാം, തൊടിയൂർ ഉസ്താദ് ആ തലപ്പാവെന്ന് അഴിച്ചു വെച്ചാൽ തൊടിയൂർ ഉസ്താദ് നമുക്കാർക്കും തിരിച്ചറിയാനാവോ? ഞാൻ പലപ്പോഴും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം തലപ്പാവെന്ന് അഴിച്ചു വെച്ചാൽ അദ്ദേഹമാണെന്ന് നമ്മൾ പറയത്തില്ല. അദ്ദേഹത്തെ രൂപമേ മാറുക, പക്ഷെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതിന് തെളിവാണത്. ആ തലപ്പാവ് ഒരു ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മൾ വിഭജിച്ചു പോകുന്ന കാഴ്ചകൾ, അതിൻ്റെ വിധനം വരികയാണ്. വിവിധ സംഘടനകൾ, വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു സമയത്തേക്ക് പോവുക, പക്ഷെ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. അലറുന്നൊരീ കടലിന് അവധിയില്ല, അലയുന്നൊരീ കൗമിന് അവധി വേണ്ട. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അലറുന്നൊരീ കടലിന് അവധിയില്ല, അലയുന്നൊരീ കൗമിന് അവധി വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് സർവ്വവിധ ഭാവങ്ങൾ നിർത്തുന്നു.